ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമുക്ക് എക്സാമ്പിൾ 2.20 നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു ഈ മൊഡ്യൂളിൽ ചോദിക്കുന്ന അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ വയർ പോലത്തെ റോപ്പ് പോലത്തെ പ്രോബ്ലംസും ഇനിയും വരുന്നത് ബോൾ പോലത്തെ പ്രോബ്ലംസുമാണ്. അപ്പോൾ ഇതിനകത്ത് അത്രയും പ്രോബ്ലം ഫസ്റ്റ് ചോദിക്കാം. ഇത് രണ്ട് സിലിണ്ടർ, ബോള് അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ റോളർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ ഇരിക്കും ഏകദേശം. ഈ ക്വസ്റ്റ്യന്റെ പല പാറ്റേൺ ആണ്. നമുക്ക് രണ്ടു മൂന്നെണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് 2 identical cylinder each weighing 500 Newton are placed in a trough as shown in the figure 2.25. ഈ പറഞ്ഞ പോലെ വെച്ചിട്ടുണ്ട് ഫിഗറിൽ. ഡിറ്റർമൈൻ ദി റിയാക്ഷൻ ഡെവലപ്ഡ് അറ്റ് ദി കോണ്ടാക്ട് പോയിന്റ് എ ബി സി ഡി. ഓക്കെ, അപ്പൊ നമുക്കിത് ഇതാണ് എ. ഈ പോയിന്റിലെ റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ബി, ഈ രണ്ട് ബോളുകളും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ റിയാക്ഷൻ ഉണ്ടാവും, അത് കണ്ടുപിടിക്കണം. പിന്നെ സി, ഈ പോയിന്റും നമ്മുടെ ഈ സർഫസുമായിട്ട് മുട്ടുന്നിടത്ത് റിയാക്ഷൻ ഉണ്ടാവും. അതുപോലെ ഈ ബോൾ ഡി ആയിട്ട് മുട്ടുന്ന പോർഷനിൽ എന്താണ് റിയാക്ഷൻ ഉണ്ടാവും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അസ്യൂം ഓൾ കോണ്ടാക്ട്സ് ആർ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ഫ്രിക്ഷന്റെ കമ്പോണന്റ് ഒന്നുമില്ല. റിയാക്ഷൻ നേരെ ഇതിന് നമ്മുടെ സർഫസിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പോവുക, നോർമൽ ആയിട്ടായിരിക്കും പോവുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ്. ഒരു 30 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ ട്രഫ് വെച്ചിട്ടുണ്ട്, അതിൽ രണ്ട് ബോൾ കിടക്കും. അങ്ങനെ ആകുമ്പോൾ ഈ ബോൾ ഇത് മുട്ടിക്കിടക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ റിയാക്ഷൻ വരും. പിന്നെ ഇത് നിലത്തോട്ട് ഈ ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് വരും, ഇവിടെ ഒരു റിയാക്ഷൻ വരും, ഇവിടെ ഒരു റിയാക്ഷൻ വരും. അപ്പൊ ഈ 4 റിയാക്ഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. പിന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇത് നമുക്ക് ഒരുമിച്ചല്ല വരയ്ക്കുന്നത്. നമ്മൾ ഒരു ബോള് സെക്കൻഡ് ബോൾ, ഫസ്റ്റ് ബോൾ സെക്കൻഡ് ബോൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ഫസ്റ്റ് ബോൾ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് വരച്ച് നോക്കാം. ഫസ്റ്റ് ബോൾ വേണം നമുക്ക് ആദ്യം റിസോൾവ് ചെയ്യാൻ. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റിയാക്ഷൻ അറ്റ് എയിൽ ഒരു റിയാക്ഷൻ വരും, ബിയിൽ ഒരു റിയാക്ഷൻ വരും. അപ്പൊ രണ്ട് അൺനോൺ, നമുക്ക് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം രണ്ടാണ്. സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. അതേപോലെ തന്നെ ഇവിടെ ആകുമ്പോൾ വരുമ്പോൾ ആർ സി വരുന്നുണ്ട്, ആർ ബി വരുന്നുണ്ട്, ആർ ഡി ഉണ്ട്. ആദ്യം ഇത് സോൾവ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് ആർ സിയും ആർ ബിയും ആർ ഡിയും 3 എണ്ണം വേണം. പക്ഷെ നമുക്ക് 2 ഇക്വേഷൻസേ ഉള്ളൂ, അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ഇത് റിസോൾവ് ചെയ്യണം. നമുക്ക് ആദ്യം അതെങ്ങനെ റിസോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ. ഓക്കെ, ഓക്കെ, താഴോട്ട് വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇന്നത്തെ റിയാക്ഷൻ കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇതിനെല്ലാം എന്തുണ്ട്, ഒരു വെയിറ്റ് ഉണ്ട്. വെയിറ്റ് നേരെ താഴോട്ടായിരിക്കും. ഈ ബോളിന്റെ രണ്ടിന്റെയും വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 500 ആണ്. ഓക്കെ, വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ വെയിറ്റ് W എന്ന് പറയുന്നത് 500 ആണ്. 500 ന്യൂട്ടൺ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി റിയാക്ഷൻസ് വരുന്നുണ്ട് അല്ല, ഇവിടെ എയുടെ അവിടെ റിയാക്ഷൻ വരുന്നുണ്ട്. എയുടെ അവിടുത്തെ റിയാക്ഷൻ നമുക്ക് ആർ എ എന്ന് വിളിക്കാം. ആർ എ. അപ്പൊ ഇതാണ് ആർ. ഇനി എന്തുണ്ട്, ഈ സെക്കൻഡ് ബോൾ കാരണം ഫസ്റ്റ് ബോൾ ഉണ്ടാകും. ഇത് ബോൾ 1 ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ബോൾ 1. ആർ ബി. ഓക്കെ, 3 റിയാക്ഷൻസ് ആണ്. 2 റിയാക്ഷൻ, സോറി, ആർ എ ഉണ്ട്, ആർ ബി ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡബ്ല്യു ലോഡ് താഴോട്ട് പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളുള്ള. പിന്നെ നമുക്ക് കുറച്ച് ആംഗിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും.
അവിടെ നമ്മൾ വീണ്ടും സാധാ നമ്മുടെ സിമ്പിൾ ജോമെട്രി യൂസ് ചെയ്യണം. അത് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത്. നമുക്കിത് സിമ്പിളായിട്ട് കിട്ടും. നമുക്കപ്പോൾ ഏതൊക്കെ ആംഗിളാണ് വേണ്ടത്? നമുക്ക് ഈ ആംഗിൾ വേണം അല്ലേ, ഈ ആംഗിളും വേണം, ഈ ആംഗിളും ഒക്കെ വേണം അല്ലേ, എന്നാലും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഈ ആംഗിളും ഒക്കെ കിട്ടണം. ഓക്കെ, അപ്പൊ ഇതും കിട്ടണം, ഇതും കിട്ടണം, എന്നാലും നമുക്ക് പോകാൻ പറ്റും, ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ആംഗിൾസ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഈ പ്രോബ്ലത്തില് ഇവിടെ 30 ഞാൻ തന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഇത് നേരെ താഴോട്ടാക്കി, ഇത് പെർപെൻഡിക്കുലർ ആണ് തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിള് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കുമല്ലോ അല്ലേ, 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, 90 ഡിഗ്രി. ഈ ആംഗിൾ അപ്പൊ എത്രയായി? 60 ഡിഗ്രി അല്ലേ, ഇത് 60 ഡിഗ്രി ആയി. ഓക്കെ, ഇനിയിപ്പം അടുത്തൊരു ലൈൻ, ഇത് ഇങ്ങനെ നേരെ പോവാണ്. ഓക്കെ, ഇതാണല്ലോ അതിന്റെ റിയാക്ഷൻ. ഈ ആറയാണ് ഞാൻ ഇങ്ങോട്ട് വരച്ചത്, ഈ ആറയാണ് വരച്ചത്, നമ്മുടെ 6. ഇതാണ്, ഇങ്ങനെയാണ് പോകുന്നത്. ഇവന്റെ ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഒരു കാര്യം ചെയ്യാം, ഈ ലൈൻ ഇങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കിട്ടിയല്ലോ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഈ ലേസർ ബീം പോകുന്ന കറക്റ്റ് നോക്കുക, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ, അപ്പം ഇത് നമുക്ക് മനസ്സിലായി. ഇതെന്താ, പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇതെത്ര? 90 ഡിഗ്രി. അപ്പൊ ഈ 90, ഇത് 30 ആകുമ്പോൾ ഇത് എത്ര? 60 ഡിഗ്രി. ഓക്കെ, ഇത് 60 ആയി. ഇനിയിപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇത് ഈ ലേസർ ബീം പോകുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 60 ആണെങ്കിൽ നമുക്കറിയാം ഇത് ഇവിടെ പെർപെൻഡിക്കുലർ അല്ലേ, ഇത് 90 ആകുമ്പോൾ ഇത് എത്ര വന്നു? 30. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടിയത്, 30. അപ്പം ഈ ആറേയും വെയിറ്റും തമ്മിലുള്ള ഈ ആംഗിൾ നമുക്ക് എത്ര വന്നു? 30 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ 6 നേരെയാണ്, അതുപോലെ ഈ ലോഡ് ഇങ്ങനെ കറക്റ്റ് പാരലായിട്ടല്ലേ പോകുന്നത് ഈ ലൈന്. ഇതിങ്ങനെ ഒരു ലൈൻ കറക്റ്റ് പാരലായിട്ട് പോകണം അല്ലേ. ഈ ലൈൻ എന്ന് പറയുന്നത്, ഈ ലൈന് കറക്റ്റ് പാരലായിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പം ഇത് പാരലായിട്ട് പോകുമ്പോൾ ഈ ലൈൻ്റെ പെർപെൻഡിക്കുലർ അല്ലേ ഈ ലൈൻ, അപ്പൊ ഇതിനും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ തന്നെയായിട്ട് വരിക. അപ്പൊ ഈ മൊത്തം ആംഗിൾ എത്ര ആയിരിക്കും? 90. അപ്പൊ ഇവിടുന്നല്ലേ RBയുടെ, ഇത് RBയും ഇത് RA ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ ഈ ആംഗിള് മൊത്തം RAയും RBയും തമ്മിലുള്ള ആംഗിൾ എത്ര? 90. ഇവിടെ ഓൾറെഡി 30, അപ്പൊ ഇവിടെ എത്ര? 60. ഓക്കെ, ഇത്രയേ ഉള്ളൂ, നമുക്ക് ഈ ആംഗിളും കിട്ടി, 60 ഡിഗ്രി. അപ്പൊ നമുക്ക് ആംഗിളായി. ഇനിയിപ്പോ സുഖമായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. സാധാരണ നമ്മൾ എടുക്കുന്ന എന്താ, സിഗ്മ FX = 0, സിഗ്മ FY = 0. നമ്മൾ എടുക്കുന്ന ഗ്ലോബൽ എക്സും വൈയും ഇങ്ങനെയാണ് എടുക്കുന്നത്, എക്സ് ഇങ്ങനെ എടുക്കുന്നത് വൈ. ഓക്കെ, എക്സും വൈ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു എക്സും വൈ ഞാൻ വരച്ചിട്ടേക്കാം. ഇങ്ങനെ എക്സ് പോകുന്നു. ഓക്കെ, എക്സ് ഇങ്ങനെ പോകുന്നു. യെല്ലോ ലൈൻ നോക്കിയാൽ മതി നിങ്ങൾ. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ വൈയും പോകുന്നു. ഓക്കെ, ഇങ്ങോട്ട് വൈയും പോകുന്നു. ഇത് പോസിറ്റീവ് ഡയറക്ഷൻ, ഇതാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തത്. ഓക്കെ, അതാണ് പോസിറ്റീവ് ഡയറക്ഷൻ. ഇത്രയും കാര്യങ്ങളായി. പിന്നെ നമുക്ക് റിസോൾവ് ചെയ്യാം. സിഗ്മ FX ഉം സിഗ്മ FY വെച്ചിട്ടൊക്കെ നമുക്ക് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുമ്പം ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, ഈ RA എന്താണ്? ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ്. RB ഇൻക്ലൈൻഡ് ആണ്. ഇൻക്ലൈൻഡ് ആകുമ്പോൾ എപ്പോഴും എന്ത് വരും? ഇൻക്ലൈൻഡ് ആകുമ്പോൾ നമുക്ക് അതിന് കോർഡിനേറ്റ്സ് ആക്കണം, റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആക്കണം. റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് നമുക്ക് സ്വയമായിട്ടാക്കാം. അത് ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ
പറഞ്ഞുതരാം. ആറ് ഇങ്ങനെയാണ് പോകുന്നത്. ആറയുടെ ഒരു കമ്പോണന്റ് ഇങ്ങനെ പോവും. ഓക്കെ, ഒരു കമ്പോണന്റ് ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഡയറക്ഷൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ആർ ബിയുടെ ഒരു കമ്പോണന്റ് എങ്ങനെയായിരിക്കും? ആർ ബി ഇങ്ങോട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഒരു കമ്പോണന്റ് ഇങ്ങോട്ടും വരും, ഒരു കമ്പോണന്റ് നേരെ മുകളിലേക്ക് വരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കോസും സൈനും കമ്പോണന്റ് ഏതൊക്കെയാണെന്ന് അറിയാം അല്ലേ? ഇപ്പൊ ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ 60 ആയിരിക്കും, ഇത് 30 ആയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യും, ഈ 30 ഇവിടുത്തെ അങ്ങ് എടുക്കാം. 30 ഇത് 30 എടുത്തു. അല്ല, ഇവിടെ ഇത് 30 ആണെങ്കിൽ ഇത് 16, ഇതെന്തായിരിക്കും? ഇത് 30 ആയിരിക്കും. നമ്മുടെ പാരലൽ ലൈൻസിന്റെ ജസ്റ്റ് പ്രിൻസിപ്പിളാണ്. ഇത് 30 ആയിരിക്കും. ജസ്റ്റ് നമുക്കൊരു ജസ്റ്റ് എഴുതി നോക്കാം. ഇത് നമ്മുടെ ആർ ബി ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ഈ ആംഗിളാണ് 30, അതുകൊണ്ട് ഇത് എന്തായിരിക്കും? ആർ ബി കോസ് 30. ഈ ആംഗിൾ കിടക്കുന്ന അടുത്തുള്ളത് കോസ് കമ്പോണന്റ് ആവും. അതുപോലെ ഇത് ആർ ബി സൈൻ 30. ഓക്കെ, ഈ വൈ കമ്പോണന്റ്. ഇവിടെ ഇത് 30 ആണ്. അപ്പൊ ഈ മുകളിലേക്കുള്ള കമ്പോണന്റ് ആയിരിക്കും ഇത് കോസ് കമ്പോണന്റ്, ആർ എ കോസ് 30. ഇങ്ങോട്ടുള്ളത് ആർ എ സൈൻ 30. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സും സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എന്നുള്ളതുകൊണ്ട് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഇട്ട് കൊടുക്കാം. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ എന്ത്? ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമുക്ക് സിഗ്മ എഫ് എക്സ് എഴുതി വെക്കാം. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. ഇത് ഇംപ്ലൈസ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷൻ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണ്, ഇങ്ങനെ പോകുന്ന എക്സ് ഡയറക്ഷൻ. ഇപ്പോൾ ആർ ബി കോസ് തീറ്റ ഉണ്ട്, അത് പോസിറ്റീവ് ഡയറക്ഷൻ തന്നെയാണ് പോകുന്നത്. നമുക്ക് അതിനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ആർ ബി കോസ് 30 അത് പോസിറ്റീവാണ്. അടുത്തത് നോക്കുന്നു ആർ എ സൈൻ തീറ്റ, പക്ഷെ അത് ഇങ്ങോട്ടാണ് പോകുന്നത്, അപ്പം നെഗറ്റീവാണ്. അപ്പം മൈനസ് നമുക്ക് മൈനസ് ആർ എ സൈൻ 30 എന്ന് കിട്ടും. ആർ എ ഈക്വൽ ടു 30. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് സിഗ്മ എഫ് വൈ ഇംപ്ലൈസ് ചെയ്ത് നോക്കാം. എഫ് ഐ ഇംപ്ലൈസ് വൈ ഡയറക്ഷനുള്ള ഫോഴ്സസ് നോക്കാം. ആർ ബി സൈൻ 30 മുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആർ ബി സൈൻ 30 ഉണ്ട്. ആർ ബി സൈൻ 30 പ്ലസ് ആർ എ കോസ് 30, ഡബ്ല്യു എങ്ങോട്ടാ? താഴേക്കാണ്, മൈനസ് 500 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. 1 ഉം 2 ഉം കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആർ എയും കിട്ടും, ആർ ബിയും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോൾ സോൾവ് ചെയ്ത് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് ബോൾ നോക്കണം. സെക്കൻഡ് ബോളിന്റെ നമുക്ക് ഫിഗർ എല്ലാം വരയ്ക്കാം. ഓക്കെ, സെക്കൻഡ് ബോൾ എടുത്തു. സെക്കൻഡ് ബോളിലും എന്തുണ്ട്? ഒരു വെയിറ്റ് ഉണ്ട്. വെയിറ്റ് എപ്പോഴും പെർപെൻഡിക്കുലർ താഴോട്ടായിരിക്കും വരുന്നത്. വൺ സെക്കൻഡ്, വെയിറ്റ് എപ്പോഴും പെർപെൻഡിക്കുലർ താഴോട്ട്. വെയിറ്റ് 500 ന്യൂട്ടൺ ആണ് ഇവിടെ വെയിറ്റ്. ഇനിയിപ്പോൾ ഇവിടെ വരുന്ന റിയാക്ഷൻസ് നോക്കാം. ഇവിടെ ഡി ഉണ്ട് അല്ലേ? ഈ പോയിന്റ് ഡി എന്നൊരു റിയാക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, പോയിന്റ് ഡി
റിയാക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് ആർ ഡി എന്ന് വിളിക്കാം. ആർ ഡി. ഇനി ഈ സി എന്നൊരു റിയാക്ഷൻ ഉണ്ട് അല്ല, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് റിയാക്ഷൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് കൊടുക്കാം ആർ സി. ഇനി എന്തുണ്ട്, ആർ ബി. ഈ ബോള് ഇതിലോട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഈ ബോൾ 2 അല്ലെ, ഇങ്ങോട്ടൊരു ആർ ബി വരും. ആർ ബി വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ ഫോഴ്സസും റിയാക്ഷനും ഒക്കെ. ഇപ്പൊ നമുക്ക് ആർ ബിയുടെ വാല്യൂ നമുക്ക് ഈ ഓൾറെഡി ഇത് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ആർ ബി നമുക്കറിയാം. പിന്നെ നമുക്ക് ആർ സി ആർ ഡി കണ്ടുപിടിക്കാം. ഇനി പക്ഷെ നമുക്ക് ഈ ആംഗിൾസ് ഒന്നും അറിയില്ല. നമുക്ക് ഈ ആംഗിൾ വേണം, കാരണം ഇത് ആർ സി ഇൻക്ലൈൻഡ് മെമ്പർ ആണ്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ വേണം. ആർ ബി ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ ഈ ആംഗിളും ഒക്കെ നമുക്ക് കിട്ടണം. അത് കിട്ടാൻ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ സിമ്പിൾ ഇവിടെ മാത്സും കാര്യങ്ങളൊക്കെ തന്നെ ജോമെട്രി യൂസ് ചെയ്യണം. ഇതൊക്കെ ഇവിടെ ഞാൻ ആക്സിസ് വരച്ചിട്ടേക്കാം. ഇതാണ് നമ്മുടെ എക്സ്, നമ്മുടെ വൈ. ഇനിയിപ്പോ നമുക്ക് ഈ ഫിഗറിൽ നമുക്ക് പഴയ പോലെ തന്നെ ഒന്ന് നോക്കാം ശരിക്കും. അപ്പം നമ്മുടെ ഇതിന്റെ വെയിറ്റ് അങ്ങനെ താഴോട്ട്, നേരെ താഴോട്ടാണ് വരുന്നത്. പിന്നെ റിയാക്ഷൻ വരുന്നത് ഇങ്ങനെ. ഓക്കെ, വേറൊരു കളറാണ് യൂസ് ചെയ്യാം, മറ്റേത് ഇറേസ് ചെയ്ത് തരാം, കൺഫ്യൂഷൻ വേണ്ട. ഫസ്റ്റ് നോക്കട്ടെ. ഓക്കെ, ഇങ്ങനെ രണ്ട് ഇതുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ഇവിടുന്ന് ഒരു ആർ ബി ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇതിപ്പോ ആർ ബി, ഇത് ആർ ബി ഇങ്ങോട്ട് ഇങ്ങനെ ഉണ്ട്. ഈ ആർ സി ഇതാണ് ആർ സി, ഇതാണ് ആർ ഡി. ആർ ഡി ഇങ്ങനെ പോകുന്നത്. സോറി, ആർ ഡി നേരെയാണ്. ആർ ഡി ഇങ്ങനെ നേരെയാണ് ഈ ഫോഴ്സ്. ആർ ഡി ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ആർ ഡി ഇങ്ങനെ നേരെ ആക്ട് ചെയ്യും. ഓക്കെ, ആർ ഡി നേരെയാണ് ആക്ട് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ആ സർഫസ് ഏതാണോ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആർ സി ഇങ്ങനെ ആക്ട് ചെയ്യാൻ കാരണം ഇതാണ് നമ്മുടെ സർഫസ്, അതിന് പെർപെൻഡിക്കുലർ. ആർ ഡി ആക്ട് ചെയ്തത് ഈ സർഫസിന് നേരെ പെർപെൻഡിക്കുലർ. ഓക്കെ, ആർ ബി ഇങ്ങനെ തന്നെ ആക്ട് ചെയ്യും നേരെ. ഓക്കെ, കാരണം ഇത് കോണ്ടാക്ട്, ഈ കോണ്ടാക്ടിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ടാൻജന്റ് വരയ്ക്കാൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആർ ബി ആക്ട് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത്രയാണ് ഫോഴ്സ്. അപ്പൊ നമുക്ക് ഈ ആംഗിൾസ് വേണം. ഓക്കെ, നമുക്ക് ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ആർ ഡി ഇതിനു വേണ്ടി ജോമെട്രി കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, ഇനിയിപ്പോ ഇത് 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇത് 30, ഇത് 30 ഡിഗ്രി ആണെന്നറിയാം. 30, ഇത് 30 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം 30 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 60 ആയിരിക്കും അല്ലെ, ഓൾറെഡി അറിയാം. അപ്പൊ ഇതെന്തായിരിക്കും? 60 ആയിരിക്കും. ഈ ആംഗിൾ 60 ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇത് 90 ആണ് ഈ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 30. ഇത് 30 ആംഗിൾ. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ നമുക്ക് കിട്ടി എത്ര? 30. അതേപോലെ തന്നെ നമുക്ക് ഈ ആംഗിളും കൂടെ വേണം. ഇതൊന്നുമില്ല, ഇത് നോക്കുക,
ഈ ലൈൻ ഈ ലൈനും എന്താണ്? പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസിൽ ഇങ്ങനെ ഒരു കട്ട് ചെയ്യുക, രണ്ട് ലൈൻസ് ഇങ്ങനെ പാരലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. രണ്ട് പാരലൽ ലൈൻസ് ഇങ്ങനെയും പോകുന്നു ഇങ്ങനെയും പോകുന്നു, അതിങ്ങനെ കട്ടായി. അങ്ങനെ ആകുമ്പോൾ ഇത് 30 ആണെങ്കിൽ ഇത് എന്ത് തന്നെയായിരിക്കും? 30 ആയിരിക്കും. സിമ്പിൾ ഇതേ ഉള്ളൂ. ജോമെട്രിയാണ് പഴയ നമ്മുടെ സ്കൂളിൽ പഠിച്ച ജോമെട്രി. ആംഗിൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് നമുക്ക് പുതിയ മെക്കാനിക്സും കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. അപ്പൊ ഇത് നമുക്ക് കിട്ടി 30 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും റിസോൾവ് ചെയ്യണം. നമ്മൾ റിസോൾവ് ചെയ്യാൻ പോവാണ്. അപ്പൊ വീണ്ടും നമ്മൾ സിഗ്മ fx ഈക്വൽ ടു 0, സിഗ്മ fy ഈക്വൽ ടു 0, ഇത് രണ്ടാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഇവിടെ നോക്കേണ്ട ഏതൊക്കെയാണ് ഇൻക്ലൈൻഡ് ഫോഴ്സസ് എന്നാണ്. RC RBയും എന്താണ്? ഇൻക്ലൈൻഡ് ഫോഴ്സസ് ആണ്. അതിന് രണ്ടിനും എന്ത് വരും? റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് വരും. ഇത് കോർഡിനേറ്റ്സ് വരുന്ന ഇവിടെയും ഇതുപോലെ തന്നെ രണ്ട് കോർഡിനേറ്റ്സ് വരും. നമുക്ക് ഈ ആംഗിൾ ഒക്കെ അറിയാം. ഇത് 30 ആണെങ്കിൽ ഇത് 60 ആവും. അപ്പൊ ഇതെന്താവും? 30 ആവും. ഇത് 30 ഈ ആംഗിൾ. അതേപോലെ ഇവിടെ ഇത് 30 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 30 തന്നെ ആയിരിക്കും. ഈ ആംഗിൾ 30 ആയിരിക്കും. നമുക്ക് അത് വെച്ചിട്ട് എഴുതാം. അപ്പൊ ഇത് 30 ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഇത് എന്തായിരിക്കും? കോസ് കമ്പോണന്റ് ആയിരിക്കും. RB കോസ് 30. ഈ കമ്പോണന്റ് താഴോട്ടുള്ള കമ്പോണന്റ് RB സൈൻ 30. ഇവിടെ അതുപോലെ തന്നെ RC ഇതാണ്, ഇവിടാണ് ആംഗിൾ കിടക്കുന്നത്. അപ്പൊ ഇത് സൈൻ ആയിരിക്കും. ഓപ്പോസിറ്റ് കിടക്കുന്നുണ്ട് സൈൻ 30. ഇവിടെ RC കോസ് 30. ഇത് രണ്ടേ ഉള്ളൂ. പിന്നെ ഈ 500നും RDക്കും ഒന്നും എന്തില്ല? ഈ 500 RDക്കും ഒന്നും കമ്പോണന്റ് ആക്കണ്ട. കാരണം ഇത് അലോങ് ദി എക്സും അലോങ് ദി വൈയും ഇത് അലോങ് ദി എക്സ് ആക്സിസ് ആണ്. ഓക്കെ, പിന്നെ ഇപ്പൊ നമുക്കൊന്ന് റിസോൾവ് ചെയ്താണ്. അപ്പൊ സിഗ്മ fx ഈക്വൽ ടു 0 നമുക്ക് റിസോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം ഡയറക്ഷൻ ഒക്കെ ഒന്ന് നോക്കാം. ഇവിടെ ഈ ഫോഴ്സ് ഇങ്ങോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് ഇത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എക്സിന്റെ. ഓക്കെ, ഈ RB cos 30 ഇങ്ങോട്ടാണ് പോകുന്നത്, അപ്പൊ അത് നെഗറ്റീവ് ആണ്. ഈ RD എങ്ങോട്ടാണ്? നേരെയാണ്, അപ്പൊ ഇത് പോസിറ്റീവ് ആയിരിക്കും. ഈ വൈക്ക് പിന്നെ എക്സിൽ കമ്പോണന്റ് ഇല്ല. അതുപോലെ y കമ്പോണന്റ് എടുക്കുമ്പോഴും RC മുകളിലേക്ക് പോകുന്നു, അപ്പൊ ഇത് പോസിറ്റീവ് ആയിരിക്കും ഈ കമ്പോണന്റ്. പക്ഷേ ഇത് താഴേക്കാണ്, അപ്പൊ RB sin 30 താഴേക്ക്. ഇത് എന്തായിരിക്കും? ഇത് താഴേക്കാണ്. ഓക്കെ, നമുക്കപ്പോൾ ബാക്കി സോൾവ് ചെയ്യാം. ആദ്യം നമുക്ക് സിഗ്മ fx ഈക്വൽ ടു 0 എന്നുള്ളത് ഇംപ്ലൈസ് ചെയ്യാം. fx ഈക്വൽ ടു 0. ഇപ്പൊ എക്സ് ഡയറക്ഷനിൽ നോക്കുന്നു. അപ്പൊ നമുക്ക് RD പോസിറ്റീവ് ആണ്, മൈനസ് RC സൈൻ 30 മൈനസ് RB കോസ് 30 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത സിഗ്മ fy ഈക്വൽ ടു 0. ഇവിടെ വരുന്നത് y ഡയറക്ഷൻ നോക്കാം. അപ്പൊ RC cos 30 മുകളിലേക്കാണ്, അത് പോസിറ്റീവ്. മൈനസ് RB സൈൻ 30 നെഗറ്റീവ് താഴേക്ക്, മൈനസ് 500 ഈക്വൽ ടു 0. നമുക്ക് രണ്ട് ഇക്വേഷനായി. ഇവിടെ നോക്കുമ്പോൾ RD RC RB നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ രണ്ട് അൺനോണും രണ്ട് ഇക്വേഷനും നമുക്ക് സുഖമായിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാ റിയാക്ഷൻസും കിട്ടും. RDയും കിട്ടും, RCയും കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. എല്ലാവരും നോക്കണം, സിമ്പിളാണ്. ആരും നോക്കാറില്ല, അത് ഞാൻ ശ്രദ്ധിച്ചു. നമുക്കിത് പറയാനല്ലേ പറ്റും. നിങ്ങൾ തന്നെ
നോക്കുക. ഇങ്ങനെ ഓരോ പ്രോബ്ലത്തും നമ്മളെല്ലാം പറയുന്നുണ്ട്, നിങ്ങൾ എടുത്ത് നോക്കുക. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. ഇങ്ങനെ സിലിണ്ടേഴ്സിന്റെ പ്രോബ്ലം വരാറുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് 2 സിലിണ്ടേഴ്സ് ഉണ്ട്. അപ്പൊ 2 സിലിണ്ടേഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. മറ്റേ ഇറേസ് ചെയ്തതരാം. ഇങ്ങനെ 2 സിലിണ്ടർ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, 1ഉം 2ഉം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻസ് കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ട് ഈ ബോൾ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെ റിയാക്ഷൻ വരും. ഈ ബോളും ടച്ച് ചെയ്യുന്നത് ഇവിടെ റിയാക്ഷൻ വരും. ഈ ബോൾ ഇവിടെ ടച്ച് ചെയ്യുന്നത് ഇവിടെ നിന്ന് വരും, ഇവിടെ വരും. ഇവിടുന്ന് ഈ ബോൾ തന്നെ ഇങ്ങോട്ടും വരും. അങ്ങനെ 3 റിയാക്ഷൻ ഇവിടെ വരും, ഇവിടെ 2 റിയാക്ഷൻ വരും. ഇവിടെ അസ്യൂം ഓൾ കോണ്ടാക്ട് ആർ സ്മൂത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നോർമൽ റിയാക്ഷൻസ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഫ്രിക്ഷൻ ഒക്കെ വരും. അതിന് നമുക്ക് അടുത്ത മൊഡ്യൂളിലൊക്കെ ഉള്ളൂ. അപ്പൊ ഈ ഫസ്റ്റ് മൊഡ്യൂളിലെല്ലാം നോർമൽ റിയാക്ഷൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ അതിനെ ആദ്യം ഫ്രീ ബോഡി ഡയഗ്രാം ആക്കി, ഫസ്റ്റിനെ സെക്കൻഡിനെ സെപ്പറേറ്റ് ചെയ്തു. ഫ്രീ ബോഡി ഡയഗ്രാം ആക്കിയിട്ട് നമ്മൾ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ എഴുതി വീണ്ടും 2 ഇക്വേഷൻസ് ആക്കി നമ്മൾ സോൾവ് ചെയ്യുന്നു. ഈ പ്രോബ്ലത്തിനാണെങ്കിൽ RA RB ഇവിടെ കിട്ടും. അതേപോലെ അടുത്തത് ചെയ്തു. അപ്പൊ RC RD കിട്ടാൻ വേണ്ടി RB യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പൊ താങ്ക് യു.